guys, welcome back. ഇന്ന് നമ്മളൊരു ലോങ് റോഡ് ട്രിപ്പ് ജേർണി പോവുകയാണ് ടു നയാഗ്ര ഫാൾസ്, ന്യൂയോർക്ക്. NC to Niagara Falls, it takes around 12 hours drive. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 8 മണിയായി. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ റൂട്ട് എന്ന് പറയുന്നത് NC to വെസ്റ്റ് വെർജീനിയ, ദെൻ പെൻസിൽവാനിയ ടു നയാഗ്ര. അതാണ് നമ്മളെ റൂട്ട് വരിക. സോ നമ്മളിതൊരു കണ്ടിന്യൂസ് ഡ്രൈവ് അല്ല, നമ്മൾ പോകുന്ന സ്ഥലത്ത് പല പ്ലേസും കണ്ടിട്ടാണ് പോകുന്നത്. So join with me to see beautiful places in West Virginia today. നമ്മൾ 3 ഫാമിലിയും കൂടി ഒരുമിച്ചാണ് ട്രിപ്പിന് പോകുന്നത്. നമ്മൾ 2 ഫാമിലീസ് ക്ലബ് ചെയ്ത് ഞങ്ങളൊരു വണ്ടി റെൻറ്റിനെടുത്തു. ഫോർഡ് എക്സ്പെഡിഷനാണ് എടുത്തത്. നമ്മൾ ഇറങ്ങിയതാ കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ മഴ ഇല്ലാണ്ടിരുന്നാൽ മതി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ശരിക്കും നാട്ടിൽ പോകുന്ന ആ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. അത് മഴയും കൂടി ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു ഫാൾ സീസണിൽ വരാൻ പറ്റിയ പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വെസ്റ്റ് വെർജീനിയ. നമ്മളൊരു ഹില്ലി ഏരിയയിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ല വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഫോഗ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ടണലിൻ്റെ ഉള്ളിലാണുള്ളത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇപ്പോൾ സമയം ഏകദേശം 2 മണി ആവാറായി. സോ നമ്മൾ ലഞ്ചിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു നല്ല സ്പോട്ടിലാണ്, ഗ്രാൻഡ് വ്യൂ ഉള്ളൊരു സ്പോട്ടിലാണ്. നമ്മൾ ഇന്നത്തേക്കുള്ള ലഞ്ചും ഡിന്നറും വീട്ടിൽ നിന്നാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് ഫോർ ലഞ്ച്. നല്ലൊരു സദ്യേൻ്റെ മണം വരുന്നുണ്ട്. പുളിശ്ശേരി, ക്യാബേജ് ഉപ്പേരി, ചിക്കൻ ഫ്രൈ, ബീട്രൂട്ട് പച്ചടി, പരിപ്പ് കറി, ഒന്നും പറയണ്ട. ഇന്നൊരു ചിക്കൻ കറി കൂടിയുണ്ട്. നമ്മൾ രാത്രിക്കേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, അതിപ്പോൾ എടുക്കുന്നില്ല. ഫുഡൊക്കെ എല്ലാവരും പെട്ടെന്ന് കഴിച്ചു. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ കാരണം ട്രിപ്പെല്ലാം ഫ്ലോപ്പായി പോവോ? ഇല്ല. കുറച്ച് നേരമ്പോൾ മഴയെല്ലാം പോയി സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ദ ഗ്രാൻഡ് വ്യൂ. നമ്മളൊരു വയനാട്ടിലൊരു മൂന്നാറിലൊക്കെ പോയ ആ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. അതേ വൈബാണ് ഈ ഒരു പ്ലേസിന്. നല്ല രസമുണ്ട് കാണാൻ. Guys, this is a must visit place. ഒരു ബ്രെത്ത് ടേക്കിംഗ് സ്പോട്ട് എന്ന് തന്നെ പറയാം. അത്രയും ഭംഗിയുണ്ട് കാണാൻ. ഫോൾ സീസണിൽ നല്ല രസമുണ്ടാവും. ഈ കാണുന്ന ട്രീസ് എല്ലാം കളറ് മാറിയിട്ടാണ് ഉണ്ടാവുക. Guys, please plan to visit this place whenever you are coming to West Virginia. അപ്പോൾ നമ്മൾ അടുത്ത പ്ലേസ് ഇസ് ജസ്റ്റ് 5 minutes ഫ്രം ദെയർ, ന്യൂ റിവർ ജോർജ് പാർക്ക് ആൻഡ് പ്രിസർവ്. വാവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റ് വെർജീനിയ ഇസ് സോ സീനിക് ആൻഡ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ട്സ് ഉണ്ട് ഇവിടെ. ഇവിടെ ലിവ് ചെയ്യുന്ന ആനിമൽ, ബേർഡ് ആൻഡ് പ്ലാന്റ് സ്പീഷീസ് കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റിയ വേറെ അട്രാക്ഷൻസ് എന്തൊക്കെയാണ്, വാട്ട് ക്യാൻ വി ഡു ഹിയർ, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് വി ക്യാൻ ഡു. ഇവിടെ തന്നെ കുറച്ച് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ആ വ്യൂ കാണാം. പിന്നെ ഒരു ബ്രിഡ്ജ് വ്യൂ കൂടിയുണ്ട്. സോ അത് എന്താണെന്ന് കണ്ടു നോക്കാം. കുറച്ചധികം സ്റ്റെപ്സ് തന്നെ ഇറങ്ങാനുണ്ട് താഴോട്ടേക്ക്. ബട്ട് ഐ തിങ്ക് ദ വ്യൂ ഇസ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ അങ്ങനെ വെസ്റ്റ് വെർജീനിയ ഓൾമോസ്റ്റ് കഴിയാറായി. 2 സ്റ്റോപ്പാണ് നമ്മൾ എടുത്തത്. സോ അറൗണ്ട് 3 hours 4 hours ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളൊരു പ്ലേസ് കാണുന്നത്. സോ അത് ഡ്രൈവിങ്ങിനും കുറച്ച് റിലാക്സിങ് ആക്കും. സോ നമ്മൾ ഫൈനലി ഒരു 8:30 PM ആയി. ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന എയർബിഎൻബിയിലെത്തി. 2 ബ്രേക്ക് എടുത്ത് വന്നതുകൊണ്ട് എനർജി ഡൗൺ ആയി ഫീൽ ചെയ്യുന്നേ ഇല്ല. മാത്രമല്ല നയാഗ്ര കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട്. നാളെ ഈവനിങ് മാത്രമേ നമ്മളവിടെ എത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ എത്തിയത് പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. ഇവിടുന്ന് നാളെ 10 o'clock നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് പിന്നെ ഡയറക്റ്റ് ടു നയാഗ്ര.
വീട് പുറത്ത് കണ്ടപ്പോൾ അത്ര ഒരു സുഖമായില്ല, ബട്ട് ഉള്ളിൽ കയറിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. താഴെ ഒരു ബെഡ്റൂമും ഒരു കിഡ്സ് റൂമും ഉണ്ട്, പിന്നെ 2 ബെഡ്റൂം മുകളിലാണുള്ളത്. ഇനി അടുത്ത പരിപാടി ഒരു ചായ കുടിക്കലാന്ന്. സോ അതിന് വേണ്ടി കപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ നമ്മൾ പരതി കണ്ടുപിടിച്ചു. പാത്രങ്ങൾ ശരിക്കും കുറച്ച് കുറവാണ് കമ്പയർഡ് ടു അതർ എയർബിഎൻബീസ്. 2-3 ദിവസത്തേക്ക് കുക്ക് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ 3 രാത്രി 3 എയർബിഎൻബീസിലായിരിക്കും. സോ കുക്കിംഗ് ഈസ് ഈസി. ഇതാണ് മുകളിലത്തെ ബെഡ്റൂം. ഇതൊരു ഭയങ്കര ട്രഡീഷണൽ സ്റ്റൈലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മണിച്ചിട്ട് താഴെ സിനിമ ഓർമ്മ വരുന്നത് അതുപോലെ ഒരു ആടുന്ന ചെയറുണ്ട് സൈഡിൽ. ഒരു ചെറിയൊരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ നാളെ ഉച്ചക്കത്തേക്ക് കൂടി ഉള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നാളെ ഒരു സിമ്പിൾ ലഞ്ചാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ചോറും ഒരു പരിപ്പും കുറച്ച് സൈഡ് ഐറ്റംസും. അപ്പോൾ നമ്മളങ്ങനെ ഡിന്നറെല്ലാം കഴിച്ചു. ഡിന്നറിന് കൊണ്ടുവന്ന ചിക്കൻ കറി ചൂടാക്കി, ചപ്പാത്തി ഫ്രോസൺ ഉണ്ടായിരുന്നു അതുണ്ടാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ഒരു ചിറ്റ് ചാറ്റ് ടൈമിലാണ്. വേണമെങ്കിൽ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ കറി പിന്നെയും കുറച്ച് ബാക്കിയുണ്ട്. പരിപ്പ് കറി റെഡിയായി ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചു. മോർണിംഗ് ചൂടാക്കി എടുക്കണം. പിന്നെ ഒരു 1 പയർ പുഴുക്കും കൂടി ആക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തേക്കുള്ള എനർജി കഴിഞ്ഞു. ഇനി Day 2 കാഴ്ചകളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.